Welcome back to Learnino. So, നമ്മുടെ KEAM 2024 Engineering Pharmacy ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ പ്രൊവിഷണൽ ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സ് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു പിക്ചർ ആയിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റും വരുന്നതായിരിക്കും. സോ ഇതുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻസ് ഇനി റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ, ഡിലീറ്റ് ചെയ്യണോ, ക്യാൻസൽ ചെയ്യണോ, ഇതുമായി ഇങ്ങനെ കുറേയധികം ഡൗട്ട്സ് നമുക്ക് യൂട്യൂബിലും വാട്സാപ്പിലും ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. പ്രൊവിഷണൽ ലിസ്റ്റ് വന്നിട്ട് നമുക്ക് ഏതെങ്കിലും കോളേജിലോ കോഴ്സിലോ കിട്ടി, ഇപ്പൊ നമ്മൾ ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. ഇന്ന് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ വരും. ഈ അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള ഫീസാണ് നമ്മൾ അടയ്ക്കേണ്ടത്. സോ ഈ ഫീസ് നിങ്ങൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി സബ്സിക്വന്റ് അലോട്ട്മെന്റ്സിൽ ഒന്നും തന്നെ പങ്കെടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ടോക്കൺ ഫീ അടയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് വേണ്ട, ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ അതിനാണ് പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി, ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ നമുക്ക് അലോട്ട്മെന്റ് മെമ്മോ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള കോഴ്സിൽ കോളേജിന് വേണ്ട ഫീ നമ്മൾ അടയ്ക്കണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് നമുക്ക് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റിന് മുന്നായിട്ട് നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റീഅറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഒരു 20 ഓപ്ഷൻ കൊടുത്തു, അതിൽ 15ാമത്തെ ഓപ്ഷനാണ് നമുക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ 16 മുതൽ 20 വരെയുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആവും. പിന്നെ ഒരിക്കലും നമുക്ക് ആ താഴേക്കുള്ള ഓപ്ഷൻസിൽ എവിടെയും നമുക്ക് കിട്ടില്ല. 1 മുതൽ 14 വരെയുള്ള ഹയർ ഓപ്ഷൻസ്, അതിനെയാണ് നമ്മൾ ഹയർ ഓപ്ഷൻസ് എന്ന് പറയാം. ഈ ഹയർ ഓപ്ഷൻസ് ആണ് പിന്നെ വരുന്ന അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുക. അപ്പൊ ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടാമത്തെ കൊടുത്തത് 3ലേക്കോ അല്ലെങ്കിൽ 5ാമത്തെ കൊടുത്തത് 1ലേക്കോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാം. ഹയർ ഓപ്ഷൻസ് മാത്രം. അത് ഇപ്പോഴല്ല, ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൊവിഷണൽ അലോട്ട്മെന്റ് മാത്രമാണ് വന്നിരിക്കുന്നത്, അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓപ്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾ എന്തായാലും ഫീ അടയ്ക്കണം. ഫീ അടച്ചതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് ഇനി ഇപ്പൊ കിട്ടിയ കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഇനി മുകളിലേക്കുള്ള ഓപ്ഷൻസ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി അതല്ല, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 1 മുതൽ 14 വരെ ഉള്ളതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതല്ലാതെ പുതിയതായിട്ട് ഓപ്ഷൻസ് ഒന്നും തന്നെ കൊടുക്കാനായിട്ട് ഇനി പറ്റില്ല. ഓക്കെ, അതിനുള്ള ഒരു ടൈം കഴിഞ്ഞു. നമുക്ക് ഓൾറെഡി ഉള്ള ഓപ്ഷൻസ്, ഹയർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ ഉള്ള ഒരു ഡൗട്ട്, ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ നമ്മളൊരു കോളേജ് കിട്ടി, അലോട്ട്മെന്റ് മെമ്മോ പ്രകാരം ഫീ അടച്ചു. സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് വേറൊരു കോളേജ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എഗെയിൻ ഫീ അടയ്ക്കേണ്ടി വരുമോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ അലോട്ട്മെന്റ് മെമ്മോ പ്രകാരം ഫീ അടച്ചു. സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് വേറൊരു കോളേജ് കിട്ടി, അവിടുത്തെ ഫീസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിക്കും. ആ ഫീസ് നിങ്ങൾ അടച്ചാൽ മതി. ഓക്കെ, ഡിഫറൻസ് ഒന്നും ഇല്ല, അപ്പൊ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊസീജിയർ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടുന്നത് വരും. കാരണം ഇത് നമ്മൾ ഫുൾ ഫീസ് ഒന്നും അടയ്ക്കുന്നില്ല. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മാത്രമേ ഫുൾ ഫീസ് വരുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ ഇപ്പൊ ഈ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അടയ്ക്കുന്നത് ടോക്കൺ ഫീ ആണ്, അത് ഫുൾ ഫീസ് അല്ല. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് അലോട്ട്മെന്റ് മെമ്മോയിൽ ഉണ്ടാവും, നമ്മൾ എത്രയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത്. ആ എമൗണ്ട് മാത്രം അടച്ചാൽ മതി. ഓക്കെ, അപ്പോ എഗെയിൻ ഫീ അടയ്ക്കേണ്ടി വരുന്നത് ഏത് കേസിലാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് അലോട്ട്മെന്റ് മെമ്മോയിൽ വരും. അത് ആ ഒരു ഫീസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വരുള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യൻ, സെക്കൻഡ് അലോട്ട്മെന്റ് വേണ്ട എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ഫേസിലേക്ക് ഒന്നും പോവണ്ട. ഇപ്പൊ കിട്ടിയ കോളേജ് മതി എന്നുണ്ടെങ്കിൽ ഈ ഹയർ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഓരോ അലോട്ട്മെന്റിനും മുന്നായിട്ട് നമുക്ക്
ഇനി അലോട്ട്മെന്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ സാധിക്കും. ഓപ്ഷൻസ് കൺഫേം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത അലോട്ട്മെന്റിൽ പോവുള്ളൂ. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഒരു ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ലോസ് ആവോ? അതായത് ഈ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ നമ്മൾ ഒരു കോളേജ് കിട്ടി, സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നമുക്ക് വേറൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻസൽ ആവും എന്നുള്ളത്, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്യാൻസൽ ആവും. അതായത് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ നമുക്ക് ഒരു കോളേജും കോഴ്സും കിട്ടി, സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നമ്മൾ പങ്കെടുക്കുവാണ്, അവിടെ നമുക്ക് ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും കിട്ടിയാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അങ്ങോട്ട് പോകേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇനി ഹയർ ഓപ്ഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ എവിടെ കിട്ടുന്നോ അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ലോവർ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. താഴെയുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും, ഹയർ ഓപ്ഷൻസ് മാത്രമേ നിലനിൽക്കുള്ളൂ. പുതിയ ഓപ്ഷൻസ് ഏതെങ്കിലും ഫേസിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് ഒരു ഓപ്ഷനും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കൊടുത്ത ഓപ്ഷൻ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇനി ഉള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് സെക്കൻഡ് ഫേസിൽ കിട്ടുന്ന കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റത്തെ നിലനിൽക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പറയാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന് നിങ്ങൾ പങ്കെടുത്താൽ മതി. സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് കിട്ടിയാൽ അത് വേണ്ട, എനിക്ക് ഫസ്റ്റ് തന്നെ മതി എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല. സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ എവിടെ കിട്ടുന്നോ അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കുറെ പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോളേജും കോഴ്സും നിങ്ങൾക്ക് ഷുവർ ആണ്. അവിടെ നമ്മൾ പോയി അലോട്ട്മെന്റ് മെമ്മോ പ്രകാരം ഫീ അടച്ചു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നിങ്ങളുടെ കയ്യിൽ സേഫ് ആണ്. ഇനി നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന് വേണ്ടി കൺഫർമേഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ ഉള്ള കോളേജും കോഴ്സും നിങ്ങൾക്ക് കിട്ടും. പിന്നെ അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ട ഒരു ഡേറ്റ് വരും. ആ സമയത്ത് അവിടെ പോയി അഡ്മിഷൻ ഫീ എടുത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ കൺഫർമേഷൻ കൊടുക്കാനായിട്ട്, ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ഒരു സമയം തരും. ആ സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വേറൊരു കോളേജ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ നിർബന്ധമായും മാറിയിരിക്കണം. എഗെയിൻ ഇതുപോലെ സബ്സിക്വന്റ് അലോട്ട്മെന്റ്സ് വരുമ്പോൾ ഇതേ പ്രൊസീജിയർ തുടരും. അവിടെ പോയി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഉള്ളതും ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പൊ എക്സിസ്റ്റിംഗ് ഓപ്ഷൻസും ക്യാൻസൽ ആയി പോകും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ടോക്കൺ ഫീയും അടയ്ക്കണം, അതിനുശേഷം പറയുന്ന സമയത്ത് അഡ്മിഷൻ ഫീ അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് ക്യാൻസൽ ആവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ഓപ്ഷൻ റീഅറേഞ്ചിങ്, ഡിലീഷൻ, ക്യാൻസലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി വേറെ ഏതെങ്കിലും ഫീ അടയ്ക്കുന്നതോ ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. ഇനി പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റിലെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യുന്ന വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതനുസരിച്ച് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ അതാണ് നമുക്ക് ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഇപ്പോൾ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.